ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ കുട്ടിപ്പൂജയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെയുള്ളത് പാല് കാച്ചുന്നത്. രാവിലെ തന്നെ ഗണപതി ഹോമം കഴിഞ്ഞു. നമുക്കെല്ലാം ഡ്രസ് കോഡ് ഉണ്ട് കേട്ടോ. സെറ്റ് മുണ്ടാണ് എല്ലാവരും വെയർ ചെയ്തത്. അപ്പോൾ ഓരോരുത്തരും ഓരോ കളറാണ്. ഞാൻ ഒരു കിളിപ്പച്ച എന്ന് പറയുന്ന കളറാണ്, അതായത് ലൈറ്റ് പച്ച. അപ്പോൾ പാല് കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്രത്യേകതരം നിർമ്മിച്ച ഒരു അടുപ്പാണ്. ഇങ്ങോട്ടെല്ലാം പാല് കാച്ചുമ്പോൾ മൺകല ഉപയോഗിക്കില്ല കേട്ടോ. അപ്പോൾ പൂഴിയൊക്കെ ഇട്ട് അടുപ്പ് സെറ്റാക്കി. പിന്നെ എപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അടുപ്പല്ല, പുറത്ത് വേറെ അടുപ്പാക്കിയിട്ടുണ്ട്. അപ്പം ഇത് പാല് കാച്ചാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ അടുപ്പാണ്. അങ്ങനെ ശുഭകരമായിട്ട് പാലൊക്കെ തിളച്ചു വന്നു. പിന്നെ ആ പാല് വരുന്ന എല്ലാവർക്കും കൊടുക്കണ്ടേ, അപ്പം അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തു. പഞ്ചസാരയൊക്കെ ഇട്ട് കറക്കി വെച്ചു. അതിൻ്റെ ഇടയിലാണ് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന ഒരു അതിഥി വന്നത്. ഈ കുരങ്ങൻ ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തി. അങ്ങനെ നമ്മളെ ബന്ധുക്കളൊക്കെ ഒത്തുകൂടി ഫുഡ് പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഇതെൻ്റെ മാമൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതമ്മ, അത് മാമി, അങ്ങനെ എല്ലാവരും ഞാൻ പറഞ്ഞ സെറ്റും ഉണ്ടാകുന്ന കൊടുത്തത്. അപ്പോൾ പിന്നെ വന്നവരൊക്കെ ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ ക്ഷണിച്ച എല്ലാവരും വന്നു. അതിലെനിക്ക് വളരെയധികം സന്തോഷം. എല്ലാവരെയും അങ്ങനെ ക്ഷണിക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു ഫംഗ്ഷൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ നടന്നു. നമ്മുടെ ചിഞ്ചപ്പൻ ഇന്നും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ട്രോൾ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവരെല്ലാം കട്ടക്ക് സപ്പോർട്ടാണ്. സാധാരണ ചോറും കറിയാണ് ഉണ്ടായത്. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മുടെ കാസർഗോഡ് സ്പെഷ്യൽ കോഴി വറവും ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ മോളാടുന്ന് ഡാൻസ് കളിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. വന്ന ഗസ്റ്റൊക്കെ പോയി. രാത്രിക്ക് നല്ല വൃത്തിക്ക് കുളിച്ച് ഫ്രഷായി. എപ്പം നല്ല വൃത്തിക്ക് തന്നെ കുളിക്കലല്ല, ആ ഒരു വാക്കെൻ്റെ വായിൽ ചാടി വന്നതാണ്. കുളിച്ച് ഫ്രഷായി. പിന്നെ അൺബോക്സ് ചെയ്യുന്നതാണ്. ഗിഫ്റ്റ് കിട്ടിയ ഓരോ ഗിഫ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്തു. എല്ലാവരും ഇരുന്ന് അൺബോക്സ് ചെയ്തു. ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഗിഫ്റ്റാണ്. അപ്പോൾ തന്നവർക്കെല്ലാം സന്തോഷം, തന്നതിൽ സന്തോഷം. പിന്നെ അതുപോലെ തന്നെ നീവൂട്ടനെല്ലാം ആക്രാന്തത്തിന് ഇങ്ങനെ വിളിച്ച് കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് അതിൻ്റെ പേരൊക്കെ നോക്കണം, നീ അത് അങ്ങനെ വിളിച്ച് കയറേണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ച സ്വപ്നമാണ്. പക്ഷേ പിന്നീട് അത് നടക്കും എന്ന് മനസ്സിൽ ഉറച്ച സമയത്തൊട്ട് അത് ഓട്ടോമാറ്റിക്കലായിട്ട് നടന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കാര്യം നടക്കില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അതൊരിക്കലും നടക്കില്ല. പക്ഷേ ഏത് സ്വപ്നം നിങ്ങൾ നടക്കും എന്ന് ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും സക്സസ് ആവും. ഒരുപാട് സ്വപ്നങ്ങൾ ഞാനും കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കുന്ന എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഓരോന്ന്, ഇത് നമ്മളൊരു കൂട്ടായ്മയാണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കല്ലേ നമുക്ക് കൂടാൻ കഴിയും. നമ്മളിരുന്ന് കുറേ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അൺബോക്സ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടിൽ നമുക്ക് നിൽക്കാനും ഭയങ്കര ആക്രാന്തം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം. സ്കൂൾ തുറക്കുന്നതായതുകൊണ്ട് അച്ഛനെല്ലാം നല്ല സന്തോഷമാണ്. പിന്നെ നമ്മൾ ഇവ മോളൊക്കെ അൺബോക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയിലോട്ട്.